ഒരു നിങ്ങൾ എല്ലാവരും ഈ ലൈവിൽ നിൽക്കുന്ന ആളുകൾ ഈ റമീസിന്റെ മതത്തിലെ പ്രണയക്കെണിയിൽ അകപ്പെട്ടു പോയ ഈ പെൺകുട്ടി ഉണ്ടല്ലോ, സോന എൽദോസ്. ആ പെൺകുട്ടിയുടെ അമ്മയുടെ വീഡിയോസ് ഒന്ന് കാണണം. ന്യൂസ് 18 കേരളയൊക്കെ പോയിട്ട് നല്ല രൂപത്തിൽ ആ പെൺകുട്ടിയുടെ അമ്മയെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഹൃദയ തകർച്ചയോടുകൂടി അല്ലാതെ അത് കണ്ടിരിക്കാൻ പറ്റില്ല. ഒരു മകള് നഷ്ടപ്പെട്ട അമ്മയുടെ ദീനരോദനങ്ങളും വിലാപങ്ങളും വേദനകളും അതിനകത്തുണ്ട്. കാമം മാത്രമല്ല ഇവിടെ ഒരു വിശ്വാസം കൂടിയുണ്ട് മെൽബിൻ. കാമം ശരിയാണ്, ഒരു ഓപ്പോസിഷനോട് ഒരു അട്രാക്ഷൻ തോന്നുക എന്നത് സർവ്വസാധാരണമാണല്ലോ. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം വിശ്വാസം കൂടിയുണ്ട്. അവനെ ഈ പെൺകുട്ടി അങ്ങ് വിശ്വസിക്കും. ഈ ചർച്ചയിലേക്ക് ശ്രീ അബിബാബു. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ തൊയ്ബയാണ് 1996-ൽ ലവ് ജിഹാദിന് തുടക്കം കുറിച്ചതെന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ സ്ഥിരീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ്. പാകിസ്ഥാനിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ നീണ്ടകാലത്തെ പരിശീലനം സിദ്ധിച്ച ജിഹാദി റോമിയോസ്, അങ്ങനെ ഓമന പേരുള്ള ആ ഭീകരവാദി യുവാക്കളെ പിന്നീട് മീററ്റിലേക്ക് അയച്ചതും ചരിത്രം തന്നെയാണ്. ഉത്തരേന്ത്യയിൽ വ്യാപകമായ ഈ വിശുദ്ധ യുദ്ധം പിന്നീട് 2004 തോന്നുന്നു കർണാടകയിലെ ബാംഗ്ലൂർ, പ്രത്യേകിച്ച് ബാംഗ്ലൂരും മംഗലാപുരത്തും എത്തിയത്. 2006 ഈ ജിഹാദി റോമിയോകൾ കേരളത്തിലും പിടിമുറുക്കിയത്, ഈ പ്രണയ കെണി ഒരുക്കിയത്. ഈ കെണിയിത ഇങ്ങനെ ഈ വല വിരിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ, അത് വലതുപക്ഷമായാലും ഇടതുപക്ഷമായി കഴിഞ്ഞാലും ആ സർക്കാരുകളൊന്നും ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ് മുന്നിൽ. എത്ര കാലം ഇവർക്ക് ഇത് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും? യെസ്, ശ്രീ കെവിൻ പീറ്ററിലേക്ക് എങ്ങനെയാണ് ഈ ഒരു യാഥാർത്ഥ്യത്തെ താങ്കൾ ഉൾക്കൊള്ളുന്നത്? നേരത്തെ ശ്രീ ജലീൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇത് ഒരു മതത്തിന്റെ പേര് പറഞ്ഞ ഒരു മതത്തിന്റെ മേലുള്ള കടന്നുകയറ്റം ആകേണ്ട. അദ്ദേഹം ഈ റമീസ് എന്ന് പറയുന്ന കുറ്റവാളി ഒരു ക്രിമിനൽ ആണ്, അതുകൊണ്ട് അതിന് നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. പക്ഷേ മറ്റേതിനെ ആ രീതി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ കൊട്ടാരക്കരയിലെ പെൺകുട്ടിയുടെ ജീവിതം നമുക്ക് മുന്നിലുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ജീവിതങ്ങളാണ്, പെൺകുട്ടികളുടെ ആ വേദനകളാണ്, ആ വീട്ടുകാരുടെ വേദനകളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഇതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് എത്ര കാലം സാധിക്കും? ശ്രീ കെവിൻ പീറ്റർ. ശ്രീ ജലീൽ പറഞ്ഞതിനോട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കും. അത് പതിവ് പല്ലവി പാടിക്കൊണ്ട് ജലീൽ അതിനെ നിസ്സാരവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നീതിപീഠം ലവ് ജിഹാദ് എന്ന വാക്കിൽ കേസുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ബെന്നി ബെഹനാൻ എന്ന് പറയുന്ന ജനപ്രതിനിധി ഇല്ല എന്നൊരു ഉത്തരം കിട്ടുവാൻ വേണ്ടിയിട്ട് ആരോ എഴുതി കൊടുത്ത, അല്ലെങ്കിൽ ആ മതമൗലികവാദികൾ എഴുതി കൊടുത്ത ചോദ്യം ലോക്സഭയിൽ എഴുതിട്ട് ചോദിച്ചപ്പോൾ ലവ് ജിഹാദിൽ കേസുകൾ ഇല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ലവ് ജിഹാദ് എന്നൊരു വാക്ക് ഇന്ത്യൻ പീനൽ കോഡിൽ ഇല്ല എന്നുള്ളത് അതൊക്കെ പല ഒരു പറഞ്ഞതാണ്. അത് തന്നെ പിന്നെയും പറയുമ്പോൾ അത് അങ്ങനെയൊക്കെ പറഞ്ഞതിനെ ലഘൂകരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മയക്കുമരുന്ന് മാഫിയ ഉണ്ടല്ലോ, അത് സമ്മതിക്കുന്നുണ്ടല്ലോ. മയക്കുമരുന്ന് മാഫിയ ഇവിടെ ഉണ്ട്. പക്ഷെ മയക്കുമരുന്ന് മാഫിയ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ബോർഡ് വെച്ച് പ്രവർത്തിക്കുന്നുണ്ട് ആരെങ്കിലും? സംഘടനയുണ്ടോ? പക്ഷെ ഇല്ല, ഇവിടെ മയക്കുമരുന്നിന്റെ കൊണ്ട് ഇവിടെ യുവതിവാക്കൾ നശിക്കുന്നുണ്ട്. അപ്പോ ഈ സംഭവം ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് തെളിയിക്കാൻ പറ്റാത്തത്? അങ്ങനെ ഒരു സംഘടന, അങ്ങനെ ഏതെങ്കിലും സംഘടന അങ്ങനെ ഒരു മുദ്രാവാക്യമായിട്ട് മുന്നോട്ട് വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് കൂടി പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റൊരു പതിപ്പായി SDP ആയുടെ പ്രവർത്തകർ അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒന്ന് നോക്കൂ, മറ്റൊരു വാർത്ത, ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിട്ടോ അല്ലെങ്കിൽ സെൻസേഷണൽ ആയിട്ടുള്ള മറ്റൊരു സംഭവം ഉണ്ടായിട്ടോ ഒന്നും അല്ല ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉച്ചയോടുകൂടി ഈ വാർത്ത നമസ്കരിക്കാൻ തയ്യാറായത്. അപ്പൊ ആരെയാണ് ഭയപ്പെട്ടത്? റമീസിന്റെ ബാപ്പയെ? അല്ല, റമീസിന്റെ ബാപ്പയോ ഉമ്മയോ റിക്വസ്റ്റ് ചെയ്തിട്ടാണോ ഇവിടുത്തെ മാധ്യമങ്ങൾ ആ വാർത്ത വേണ്ടെന്ന് വെച്ചത്? അപ്പൊ ഇതിനെയൊക്കെ ഏകോപിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇവിടുത്തെ മുസ്ലിം ലീഗ് മുതൽ പോപ്പുലർ ഫ്രണ്ട് വരെയുള്ള എല്ലാവിധ സംഘടനകളും. ഇവിടെ തർബിയത്തുൽ ഇസ്ലാം സെന്റർ എന്ന് പറയുന്ന മതമാറ്റ കേന്ദ്രം, സത്യസന്ധി പോലെ പൊന്നാനി പോലെ തർബിയത്തുൽ ഇസ്ലാം സെന്റർ ഉണ്ടല്ലോ. ഈ തർബിയത്തുൽ ഇസ്ലാം സെന്ററിൽ മതം മാറുന്ന പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്ന ആരാണ്? ലീഗിന്റെ നേതാവല്ലേ? അല്ലെ? അപ്പൊ ഇത് ലീഗ് അറിഞ്ഞോണ്ടല്ലേ ഈ പരിപാടി അവിടെ നടക്കുന്നത്? അല്ലെ? ആ തർബിയത്തുൽ ഇസ്ലാം സെന്ററിലല്ലേ ഗിൽബർട്ടിന്റെ ഭാര്യയും അങ്ങനെ മതം മാറ്റാനായിട്ട് കൊണ്ടുപോയി?
അല്ലേ? ആ സ്ത്രീ പറഞ്ഞത് ഈ ജനന്റെലി ഉൾപ്പെടെ ശ്രീ മാധ്യമങ്ങൾ കെവിൻ ഇവിടെ കെവിൻ റിപ്പോർട്ട് ചെയ്തതല്ലേ? ഒരു നിമിഷം ശ്രീ ജലീൽ പുനരൂരിലേക്ക്. ശ്രീ ജലീൽ പുനരൂർ, ഇത് തന്നെയാണ് ജാമിനി ടീച്ചർ പറഞ്ഞതും കെവിൻ പീറ്റർ പറഞ്ഞതും താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. കാരണം ഇവിടെ ഒരു മതത്തെ ആരും കുറ്റം പറയുന്നില്ല, ഇസ്ലാം മതത്തെ മുസ്ലിം മതത്തെ ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ആ മതത്തിന്റെ ഉള്ളിൽ നടക്കുന്ന, മതത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ചെയ്തികളെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ വിമർശിക്കുന്നത്. ആ വിമർശിക്കുമ്പോൾ ആ മതപണ്ഡിതർ ഇങ്ങനെയുള്ളവരെ തള്ളിപ്പറയാൻ തയ്യാറാവുകയല്ലേ വേണ്ടത്? താങ്കളെ പോലുള്ള പൊതുപ്രവർത്തകരും ഇതിനെ ധാർമ്മികമായി അതിനെ തള്ളിക്കളയല്ലേ വേണ്ടത്? ബാധിതപ്പെട്ട ഒരാളാണ് ഞാൻ. അതിൽ ആങ്കറും RV ബാബു സാറും നിങ്ങൾ രണ്ടുപേരും നിറവേറ്റുന്നത് നിങ്ങളുടെ ധർമ്മമാണ്. ആ ധർമ്മത്തോട് നിങ്ങൾ നീതി പുലർത്തിക്കൊള്ളി. നിങ്ങളോട് മറുപടി പറയാം. പക്ഷെ മറ്റുള്ളവർ ഒരു സമൂഹത്തെ ഇത്രത്തോളം നിന്ദ്യമായ ഭാഷയിൽ ആക്ഷേപിക്കുമ്പോൾ ഒരു ആങ്കർ അരുതേ എന്ന് പറയണം. കാരണം അത് നിങ്ങളുടെ ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറയപ്പെടുന്ന ആളുകളുടെ അതേ രീതിയിൽ സംഭാഷണം ചെയ്യാൻ എന്നെ പോലുള്ളവരാൾ അറിയപ്പെടുന്ന ഒരു ദർശനമാണ് ഇവർ തന്നെ നെറികെട്ട മതം എന്ന് പറയുന്ന ആ മതദർശനം. കാരണം തിരിച്ച് അതേ രീതിയിൽ ആ ശൈലി ഉപയോഗിക്കാൻ എന്റെ മതദർശനം എന്നെ അനുവദിക്കുന്നില്ല. മറ്റൊന്ന്, ഇവിടെ നിങ്ങൾ ആരിഫ് ഹുസൈൻ എന്നൊരാളെ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ റമീസ് എന്ന് പറയുന്ന ആളെടുത്ത് പന്നി ഇറച്ചി കൊണ്ടുപോയാൽ ഇത് ഹറാമാണ്, ഞാൻ തിന്നത്തില്ല. അതുകൊണ്ട് ഈ റമീസ് എന്ന് പറയുന്ന ക്രിമിനൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും കേരളത്തിലെ ഒരു കോടി മുസ്ലിങ്ങൾ സമാധാനം പറയണമെന്ന് പറയുന്നത്. ഞാൻ നാളെ ചോദിക്കട്ടെ, ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാള് നാളെ എന്ത് തോന്നിയാസം കാണിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ മുസ്ലിം സമുദായം പേറേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ തറവാട്ടിൽ പറഞ്ഞ മഹിമ കാട്ടിയിട്ടുണ്ട് നരസിംഹൻ അലി അക്ബർ. അദ്ദേഹം ഒരു ആശയത്തോട് ഇത്രത്തോളം വിരോധം തോന്നി, എനിക്കിതിൽ നിലകൊള്ളാൻ സാധിക്കില്ല എന്ന് വന്നു. അദ്ദേഹം തന്റെ പേര് പോലും ഉപേക്ഷിച്ചു പോയില്ലേ? ഇത് 6-ാം നൂറ്റാണ്ടിലെ അജ്ഞാതമായ ഏറ്റവും പിന്നിരപ്പനായ ഒരു ആശയത്തിന്റെ സംവിധാനമാണ് ഈ മതം എന്ന് പറയുകയും, എന്നാൽ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എന്ന് പറയുകയും, എന്നാൽ ആ പേര് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ RSS സംവിധാനം പുതുതായി ഉണ്ടായ ചില അധികാര കേന്ദ്രീയങ്ങളുമായിട്ട് അടുക്കാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ആളുകളുടെ നിലവാരത്തെ സംബന്ധിച്ച് ആ സമൂഹത്തിലുള്ളവർ ചിന്തിക്കണം എന്നാണ്. ചില യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇങ്ങനെ വിമർശിക്കേണ്ടത്. താങ്കളിലേക്ക് ഒരു കാര്യം പറയുമ്പോ അതെന്താന്ന് മനസ്സിലാക്കാതെ താൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സംഗതിയാണ് ആത്യന്തികമായ സത്യമെന്ന ഒരു വിശ്വാസം, അത് ഇവിടെയുള്ള സാധാരണ വിശ്വാസികൾക്കെല്ലാം ഉള്ളതുപോലെ ഇദ്ദേഹത്തിനുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇദ്ദേഹം ഈ പറയുന്ന ഖുറാനിലെ ആയത്ത് വായിച്ചിട്ടില്ല. മതത്തെ നമ്മളിവിടെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ്. ഇതെല്ലാം പറയുമ്പോൾ ഉത്തരം മുട്ടി കഴിയുമ്പോ അവസാനം പേര് മാറ്റിക്കൂടെ എന്ന് പറയുന്ന നമ്മളൊക്കെ കേട്ടതാണിച്ചിട്ടുള്ള ആ മറുപടി അല്ലാതെ വേറെ ഒന്നും എടുക്കാനില്ല എന്റെ കുഞ്ഞ് സുഹൃത്തെ. നിങ്ങളുടെ ആവനാഴിയിൽ വേറെ ആയുധമൊന്നും ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി അഥവാ എന്റെ പേര് ഞാൻ അങ്ങ് മാറ്റിയെന്ന് വിചാരിക്കുക. ഇപ്പൊ എന്റെ പേര് ആരിഫ് ഹുസൈൻ എന്നാണ്. അത് ഞാൻ അങ്ങ് മലയാളത്തിലേക്ക് ആക്കി സുന്ദരനായ അറിവുള്ളവൻ എന്നാക്കി അള്ളാഹുവിന് അത് അറബി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാണോ നിങ്ങൾ മനസ്സിലാക്കി? ഇത്രയൊക്കെ ഉള്ളോ നിങ്ങൾ? അള്ളാഹു ഈ ഇത്തരം വാദങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കും. നമ്മളിവിടെ പറഞ്ഞതിന് നിങ്ങൾക്ക് ഉത്തരവാദി നിങ്ങൾ പറയും. നിങ്ങൾക്ക് ത്രാണിയുണ്ടോ? എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഒരു അമുസ്ലിമായ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിനുള്ള തടസ്സം എന്താണ്? ഇസ്ലാമികമായ മതവിധി എന്ത് എന്ന് പച്ചയ്ക്ക് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ആ ധൈര്യം നിങ്ങൾ കാണിക്കാതെ വെറുതെ എന്റെ മതം അങ്ങനെയാണ്, എന്റെ മതം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു വിളിച്ച തെറി എന്താന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. മുഹമ്മദ് നബി വിളിച്ച തെറി എന്താന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഖലീഫമാര് വിളിച്ചിട്ടുള്ള തെറി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയില്ല, അത്രേ ഉള്ളൂ. അത് ഇല്ല എന്നും എന്റെ മതം എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കരുത്. പച്ച തെറി വിളിച്ചിട്ടുള്ള ആളുകളാണ് ഈ പറയുന്നതൊക്കെ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നല്ല അസൽ തെറി അള്ളാഹു തന്നെ വിളിച്ചിട്ടുണ്ട്, തന്തയില്ലാത്തവെന്ന്. എന്നെ കൊണ്ട് അത് വിളിപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. ശ്രീ ജലീൽ പുനലൂർ, നമുക്ക് ഈ ഒരു വിഷയത്തിന്റെ ആ ഒരു ഈ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ അലക്ഷ്യം പറഞ്ഞതായാലും അഭിഭാവ് പറഞ്ഞതായി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യമാണ്. കാരണം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ സമൂഹത്തിൽ ഇങ്ങനെ ലവ് ജിഹാദിന്റെ പേരിൽ പെൺകുട്ടികൾ മരിക്കാനിടയാകുന്നു, അവരുടെ കുടുംബങ്ങൾ വേദനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ്. അവിടെ ഒരു മതത്തെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഒരു മതത്തിലെ ചില സംഘടനകൾ ഇത്തരത്തിലുള്ള ചെയ്തികളുമായി അധികം മുന്നോട്ട് വരുന്നു. ആ മുന്നോട്ട് വരുമ്പോൾ ചോദ്യം ചെയ്യുന്നത്
സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, സംഘടനകൾ എന്ന രീതിയിൽ നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമല്ലേ? അതാണ് ചോദ്യം. നോക്കൂ, നിങ്ങൾ ആ പറഞ്ഞ ആ വികാരത്തോട് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരാണ് ഞാനും കേരളത്തിലെ പൊതുസമൂഹവും. ഏതൊരു പെൺകുട്ടിയെയും ഇത്തരത്തിൽ പ്രണയം നടിച്ചുകൊണ്ട് കൊണ്ടുപോയി യഥേഷ്ടം ഉപയോഗപ്പെടുത്തിയിട്ട് അത് ഏതെങ്കിലും ഒരു കയറിന്റെ തുമ്പിൽ ജീവിതം ഹോമിക്കപ്പെടേണ്ട വരുന്ന ദാരുണമായ ഒരു അവസ്ഥ അത് നമ്മുടെ പെൺമക്കൾക്ക് ഉണ്ടാകുന്നത് വേദനയാണ്. പക്ഷെ അതിൽ മതം കടർത്തിക്കൊണ്ട് കേന്ദ്ര ഭരണത്തിന്റെ എന്തെങ്കിലും ആസ്വദിച്ചു കളയാം എന്ന് പറഞ്ഞ് വരുന്ന ചില വാടക തൊഴിലാളികളുണ്ട്. അത്തരം ആളുകളുടെ ഇരട്ടത്താപ്പും തുറന്നു കാട്ടാൻ ഇത്തരം വേദികൾ ഉപയോഗിക്കപ്പെടേണ്ടത് എന്റെ ഒരു ബാധ്യതയാണ്. ഞാൻ ഖുറാനില് 2:221 എഴുതി വെച്ചത് സംഘപരിവാറിന്റെ ശാഖയിലല്ല പ്രിയപ്പെട്ട സുഹൃത്തെ. ഓക്കെ, ഖുറാനിലുള്ള സൂറത്ത് എഴുതിയതൊന്നും സംഘ ശാഖയിൽ ഇരുന്നിട്ടല്ല. നിങ്ങൾ അതിരുന്ന് വായിക്കും. അപ്പം ഇവിടെ പച്ചയ്ക്ക് നമ്മൾ പറയുന്നു, ഈ പറയുന്ന കത്തിൽ ഈ ആത്മഹത്യ കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെ തൊടാൻ ധൈര്യമില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ അതിലേക്ക് വരൂ. പച്ചയ്ക്ക് അവിടെ പറയുന്നു മതമാറ്റം നിർബന്ധിക്കുന്നു. എന്താണ് ഈ മതമാറ്റം നിർബന്ധിക്കുന്നതിന് പിന്നിലുള്ള ചേതവികാരം? ഞാൻ ഇവിടെ പറഞ്ഞ ആളുകൾ, മറ്റുള്ള ആളുകൾ പറഞ്ഞതുപോലെ ആസൂത്രിതമായ നീക്കം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. മതപരമായ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതിനുള്ള തെളിവ് ഖുർആനിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അതിനെ മുന്നിൽ നിങ്ങൾക്ക് ആ ഒരു വസ്തുതയുടെ മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അത് സംഖ്യയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ പറഞ്ഞു വെക്കുന്നത് മുഹമ്മദ് നബി സംഖ്യയായിരുന്നതാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? നമുക്ക് വിഷയത്തിലേക്ക് വരാം. രണ്ടുപേരിലേക്ക് ഇപ്പോൾ ശ്രീ അബി ബാബുലേക്ക്. ശ്രീ അബി ബാബു, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത്, ഇങ്ങനെയുള്ള ഒരു സംഘടിതമായ നീക്കം കാലാകാലങ്ങളായി ഭാരതത്തിൽ നടക്കുകയാണ്. പാകിസ്ഥാനിലാണ് ഇതിന്റെ ഉറവിടം. ലഷ്കർ ഇ തോയ്ബയാണ് 1966 ഇതിന്റെ ഈ രീതിയിലുള്ള 96 ഈ രീതിയിലുള്ള ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി എന്നുള്ള തെളിവുകളടക്കം നമുക്ക് മുന്നിലുണ്ട്. പിന്നീട് 2004 കർണാടകയിലേക്ക്, തമിഴ്നാട്ടിലേക്ക്, 2006 കേരളത്തിലേക്ക് വരുന്നു. പിന്നീട് ഇത് ഓരോന്നായി ആസൂത്രിതമായി ചില സംഘടനകൾ ഏറ്റെടുക്കുകയും തീവ്ര ഇസ്ലാമിക സംഘടനകൾ അത് ആ ലവ് ജിഹാദ് എന്ന രീതിയിൽ, പ്രണയക്കെണി എന്ന രീതിയിൽ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിന് കൃത്യമായ കണക്കുകളുണ്ട്. എത്ര പേരെ മതം മാറ്റി, എപ്പോഴൊക്കെ മതം മാറ്റി എന്നത് ആ ചിത്രം തന്നെ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ ഇതൊന്നുമില്ല, ഒരു തെളിവുകളുമില്ല. ഇതൊക്കെയും സംഘപരിവാർ അജണ്ടയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമാണ്. അത് ഇടതുപക്ഷമായി കഴിഞ്ഞാലും വലതുപക്ഷമായി കഴിഞ്ഞാലും നടക്കുന്നത്. PC ജോർജ് ഇത്തരം കാര്യം ഉയർത്തി കാണിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തതുപോലെ നമുക്കറിയാം. ഇവിടെ ലവ് ജിഹാദ് ഇല്ല, അല്ലെങ്കിൽ പ്രണയക്കെണി ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ അവിടെ വലതു മുന്നണിയും ഇടതു മുന്നണിയും ഒരുമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സംഘടിതമായ ഒരു ക്രൂര കൃത്യത്തെ പൊതുസമൂഹം ഒന്നിച്ച് എതിർക്കേണ്ട ഒരു അനിവാര്യത ഉണ്ടാകുമ്പോഴും അവിടെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ഇവർ മുന്നിൽ കാണുന്നത്, അല്ലേ? തീർച്ചയായും ഞാൻ പറഞ്ഞു വന്നതായിരുന്നു. കേരളത്തിൽ ഇത് ആവർത്തിക്കപ്പെടാനുള്ള കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്, മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളുടെ പങ്കാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഇത്തരം സംഭവങ്ങളൊക്കെ ഉയർത്തി കാണിക്കുമ്പോൾ അതിനെയൊക്കെ അത് ഇസ്ലാമോഫോബിയയാണ്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ്, വർഗീയ പ്രചരണമാണ്, ഈ നിലയ്ക്കുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ഈ മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സമീപനം ആണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അതേപോലെ ഒരു വലിയ വിഭാഗം മാധ്യമങ്ങളൊക്കെ സ്വീകരിച്ചു എന്നുള്ളത്. നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ശ്രീ ജലീൽ പറഞ്ഞു ഇതിനകത്ത് മതം എവിടെ? മതം അല്ല, ഇതൊരു റമീസിന്റെ ക്രിമിനൽ നടപടിയാണ്. കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം എന്തായിരുന്നു? ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണം ആ കുട്ടിയെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. മതം മാറ്റാൻ പ്രേരിപ്പിക്കുകയല്ല, മതം മാറ്റാൻ നിർബന്ധിച്ചു. അതില് റമീസ് ഒരു ക്രിമിനലാണ്, ശരി, സമ്മതിച്ചു. റമീസിന്റെ അമ്മ ക്രിമിനലാണോ? റമീസിന്റെ കുടുംബക്കാർ മുഴുവൻ ക്രിമിനലാണോ? റമീസിന്റെ ചുറ്റുപാടുമുള്ള മുസ്ലിം സമുദായം അയൽക്കാർ മുഴുവൻ ക്രിമിനലുകളാണോ? അവരെല്ലാം ഒരേപോലെ ആവശ്യപ്പെട്ടു എന്നാണ് ഈ കുട്ടി പറഞ്ഞിട്ടുള്ളത്, കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ ജില്ലയിലെ. ഇത് എത്രയോ സംഭവങ്ങളായി. ഇപ്പോ മാധവിക്കുട്ടിയുടെ കാര്യം പറഞ്ഞു. മാധവിക്കുട്ടി മതം മാറി. മാധവിക്കുട്ടി വിവാഹം കഴിക്കാനുള്ള മുന്നോപാധി എന്താ വെച്ചത്? മതം മാറണം എന്നായിരുന്നില്ലേ? മാധവിക്കുട്ടി മതം മാറണം എന്ന മുന്നോപാധി വെച്ചത് ലീഗിന്റെ, ഇപ്പൊ ജലീല് INL ആണ്, ഇന്റർനാഷണൽ ലീഗ് ആണെന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മുസ്ലിം ലീഗ്, നിങ്ങളുടെ തന്നെ കൗണ്ടർ പാർട്ടായിട്ടുള്ള മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗിന്റെ നേതാവല്ലേ മാധവിക്കുട്ടി മതം മാറിയാൽ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞത്, അല്ലേ?
ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഈ ലവ് ജിഹാദ് കേസിലെ ഏറ്റവും പ്രമുഖമായ ആദ്യത്തെ കേസ്, ലീഗലി ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഷെഹൻഷാ ആൻഡ് സിറാജുദ്ദീൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസാണ്. ആ കേസിൽ എന്താണ്? ആ കേസിലും ആ കുട്ടികളെ, 2 ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റാൻ വേണ്ടി ആദ്യം അതിന് പ്രണയം നടിക്കുന്നു, അതിനുശേഷം അവരെ ലൈംഗികമായി ഉപയോഗിക്കുന്നു, ആ കെണിയിൽപ്പെടുത്തിയിട്ട് അവരോട് മതം മാറാൻ പറയുന്നു. അത്തരം ഹരാസ്മെന്റുകൾ നടന്നില്ലേ? ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ ജാമിദ ടീച്ചർ പറഞ്ഞു, കൊല്ലത്തെ കൊട്ടാരക്കരയിലെ അൻവർ ഷായുടെ കേസ്. അതിന്റെ ഏറ്റവും, ഞാനിവിടെ സർക്കാരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു. അൻവർ ഷാ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതൊരു പോക്സോ കേസ് കൂടിയാണ്. 16 വയസ്സുള്ള ആ പെൺകുട്ടി ശാരീരിക വൈകല്യമുള്ള പെൺകുട്ടിയാണ്. പക്ഷെ അവള് മിടുക്കിയാണ്, പഠിക്കാൻ മിടുക്കുകയാണ്. അവൾക്ക് ഹിന്ദു ധർമ്മത്തെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ട്. അതുകൊണ്ട് അവളോട് മതം പറയാൻ പറഞ്ഞപ്പോൾ അവള് മാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവളെ ചതിച്ചു. അതിന്റെ പേരിലുള്ള ഹരാസ്മെന്റുകൾ ഉണ്ടായി. അപ്പോ ആ വിവരം പുറത്തു വന്നു. അത് അൻവർ ഷാ എന്താ പറഞ്ഞത്? മതം മാറണം എന്നാ കുട്ടിയോട് പറഞ്ഞു. ഇത് നിരന്തരമായി നടക്കുക. ഇത് എത്രയോ കേസുകളായിട്ട് നടക്കുന്നു. ഇതൊന്നും നടക്കുന്നില്ല. ഇതൊക്കെ ഏതെങ്കിലും ഒരു ക്രിമിനൽ സ്വഭാവത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ വിഴുങ്ങാൻ കേരളീയർക്ക് സാധ്യമല്ല. കേരള സ്റ്റോറി ചർച്ച ചെയ്യപ്പെട്ടു വീണ്ടും ഈ അടുത്ത ദിവസം. കേരള സ്റ്റോറിയിൽ പറഞ്ഞത് എന്തായിരുന്നു? ഈ തരത്തിൽ ആസൂത്രിതമായി പ്രണയത്തെ മതം മാറ്റത്തിന് ഉപയോഗിക്കുന്നു. ഇവിടെ ശ്രീ ജലീൽ പറഞ്ഞു, ആരിഫ് ഹുസൈനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പറഞ്ഞു മതം ഇതിന് ഘടകമല്ല എന്ന്. ഞങ്ങൾ പറയുന്നു മതവിശ്വാസത്തിന് അനുസൃതമായിട്ടാണ് ഇത്തരം ആളുകൾ, മുസ്ലിങ്ങളിൽ എല്ലാവരും അങ്ങനെ പെരുമാറുന്നു ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഇസ്ലാം മതത്തിൽ ഉള്ള എല്ലാവരും ഖുർആൻ അനുസരിച്ച് പെരുമാറിയാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബാക്കിയുള്ള മതവിഭാഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ബാക്കിയുള്ള മതവിഭാഗങ്ങൾ ഉണ്ടാവില്ല. കാരണം അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഖുർആൻ അനുസരിച്ച് എല്ലാ മുസ്ലിങ്ങളും ജീവിക്കുന്നില്ല. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്, നമുക്ക് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷെ ഖുർആൻ അനുസരിച്ച് ചിലര് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഈ ജിഹാദ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ലവ് ജിഹാദ് ആകാം, അത് നെക്കോട്ടിക് ജിഹാദ് ആകാം, അത് ലാൻഡ് ജിഹാദ് ആകാം. വ്യത്യസ്തമായ രീതിയിൽ അവരുടെ മതവിശ്വാസം മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുകയും തങ്ങളുടെ മതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ആസൂത്രിതമായി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇവിടെ ജലീൽ പറയുന്നുണ്ടായി, മൂവാറ്റുപുഴയിൽ ഒരു യുവാവിനെ കൊന്നത് അവരുടെ കാമുകി, ഹിന്ദുവായിട്ടുള്ള കാമുകിയാണ്. അവിടെ എന്താ മതം കാണാത്തെ? അവിടെ മതം ഘടകമായിട്ടില്ല. ആ പെൺകുട്ടി ആ യുവാവിന് വിഷം കൊടുത്തത് അയാൾ മുസ്ലിം ആയതുകൊണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മതത്തിലേക്ക് അയാൾ മാറാത്തത് കൊണ്ടായിരുന്നോ? അല്ലല്ലോ, അവിടെ മതം ഘടകമല്ല. വീരപ്പന്റെ ഉദാഹരണം പറയുന്നു. വീരപ്പൻ എന്താ ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ പ്രവർത്തിച്ചിരുന്നത്? ഇവിടെ മതം ഘടകമായി തന്നെ വന്നു. ആ കുടുംബക്കാർ മതം ഘടകമാക്കി, റമീസ് മതം ഘടകമാക്കി. ഇതെല്ലാം പച്ചയായ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എന്തിനാണ് ജലീൽ വാക്കുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നമ്മുടെ നാട്ടുകാരൊക്കെ നിങ്ങൾ പറയുന്നത് അപ്പാടെ വിഴുങ്ങുന്ന ആളുകളാണ് ധരിക്കുന്നുണ്ടോ? ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഇവിടെ നേരത്തെ കെവിൻ പീറ്റർ പറഞ്ഞു, ലീഗൽ ടെക്സ്റ്റിൽ അത് ഡിഫൈൻ ചെയ്തിട്ടില്ല, IPC അതില്ല, CRPC അതില്ല, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ലവ് ജിഹാദ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും പറയില്ല. അത് ഒരു അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ആസൂത്രിതമായി ഉണ്ട്. എങ്ങനെയാണ് അഖിലാഹാദ്യ കേസ് ഉണ്ടായത്? നമ്മൾ കണ്ടതല്ലേ. വളരെ ആസൂത്രിതമായി ഒരു യുവാവ് ഷെഫീൻ ജഹാനെ കൊണ്ട് ആസൂത്രിതമായി. ഇപ്പൊ ഷെഫീൻ ജഹാൻ എവിടെ? ആ വിവാഹത്തിന്റെ സ്ഥിതി എന്തായി? ഒരു കള്ള കല്യാണം ഉണ്ടാക്കി മതം മാറ്റത്തെ സാധൂകരിക്കാനും ആ കുട്ടിയെ പറഞ്ഞു പറ്റിച്ച് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് ആ കുട്ടിയെ ട്രാപ്പിലാക്കി. ഇപ്പൊ ആ കുട്ടിക്ക് ആ മതം ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അങ്ങനെ 100 കണക്കിന് പെൺകുട്ടികൾ അവർ ട്രാപ്പിലാക്കപ്പെടുന്നു. പിന്നീട് ആ ജീവിതം ഉപേക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ ആ മതത്തിനകത്ത് ശ്വാസം മുട്ടി കഴിയേണ്ടി വരുന്നു. പല കാരണങ്ങളെ കൊണ്ട് ശ്വാസം മുട്ടി കഴിയേണ്ടി വരും. കാരണം അത് പുറത്തു പറയാൻ നിർത്തിയില്ല. ഇങ്ങനെ അകപ്പെട്ടു പോകുന്ന പെൺകുട്ടികൾ, ആ പെൺകുട്ടികളുടെ കഥയാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി. അത്തരം കേരള സ്റ്റോറികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊട്ടാരക്കരയിലെ 16 വയസ്സുള്ള വികലാംഗിയായ അല്ലെങ്കിൽ ശാരീരിക വൈകല്യമുള്ള ആ പെൺകുട്ടിയുടെ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. അൻവർ ഷായെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അൻവർ ഷായെ അറസ്റ്റ് ചെയ്യാത്തത്? അൻവർ ഷായെ അറസ്റ്റ് ചെയ്യുന്നില്ല കാരണം അൻവർ ഷായെ സംരക്ഷിക്കാൻ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുണ്ട്.
യെസ്, അത് തന്നെയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം സംരക്ഷണം തന്നെയാണ് ഇത്തരക്കാർക്ക് വളക്കൂറുള്ള മണ്ണായി കേരളത്തെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടിയിട്ട് നമുക്ക് ചർച്ചയിലേക്ക് അതിഥികളിലേക്ക് മടങ്ങിയെത്താം. മറ്റൊരു ഇടവേള. ഇടവേളയും പരസ്യമൊക്കെ വന്നു. നമുക്കിത് കഴിഞ്ഞിട്ട് ബാക്കി തുടരാം കേട്ടോ. വീരപ്പനും ഈ കേസും തമ്മിലൊക്കെ എന്താണ് ബന്ധം? പാവം വീരപ്പനെ കിടക്കാൻ വയ്യ. എന്നെ രക്ഷിക്കാൻ പെടുന്ന പാട് കാണുമ്പോഴാണ്. ഇവരുടെ ഉള്ളിലുള്ള അജണ്ട എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ ചെയ്യുന്ന ആളെ നമ്മൾ അങ്ങോട്ട് തള്ളിക്കളയുക. അതെ. പിന്നെ നമ്മൾ സേഫ് ആയല്ലോ. ഇപ്പൊ യഥാർത്ഥ ഇസ്ലാം ഇതല്ല എന്നൊക്കെ പറഞ്ഞല്ലേ. അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ജിന്നാവാദമാണിത്. ഇപ്പൊ നമ്മുടെ അഫാൻ എന്ന് പറയുന്ന പയ്യൻ, ശ്രീ കെവിൻ പീറ്റർ, ഈ 3 സംഭവങ്ങൾ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട 3 സംഭവങ്ങളിൽ ഒന്ന് നിലമ്പൂരിലെ വാർത്ത തന്നെയാണ്. നിലമ്പൂർ ചുങ്കത്തറയിലെ ഓർത്തഡോക്സ് സഭാവൈദികന്റെ വീട്ടിലെ പെൺകുട്ടിയെ ഇറക്കി കൊണ്ടുപോയി ലവ് ജിഹാദിന്റെ പേരിൽ. പെൺകുട്ടി അജ്ഞാത കേന്ദ്രത്തിൽ മതം മാറ്റ പ്രക്രിയയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈദികൻ നാണക്കേട് കാരണം മിണ്ടാറ് നടക്കുന്നു എന്നുള്ള വാർത്തയും നമുക്ക് മുന്നിലേക്കുണ്ട്. ഇവിടെ മതപുരോഹിതന്റെ വീട്ടിലെ പെൺകുട്ടിയെ പോലും ഈ ലവ് ജിഹാദിന് വിധേയമാക്കാൻ തക്ക ധൈര്യം അല്ലെങ്കിൽ ശക്തി ഇത്തരത്തിലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ നേടിയെടുത്തു എന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം അവർക്ക് ഭയമില്ല. ഏത് തരത്തിലായി കഴിഞ്ഞാൽ ലവ് ജിഹാദ് ഇറങ്ങി പുറപ്പെട്ടാൽ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട്. ആ ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുത്ത അത്രയും തീവ്രമായ സംഘടനകളുണ്ട്. ആ തീവ്രമായ സംഘടനകൾക്ക് എല്ലാ രീതിയിലും ഒത്താശ ചെയ്യുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുണ്ട്. നേരത്തെ ശ്രീ ആർ വി ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കൊട്ടാരക്കരയിലെ ആ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. ഇങ്ങനെ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതല്ലേ ഇത്തരത്തിലുള്ള ശക്തികൾക്ക് ഇങ്ങനെ ശക്തി കൂടിക്കൂടി വരാൻ കാരണം? ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം കൂടിയില്ലേ, ഇത്തരത്തിൽ ക്രൈസ്തവ സംഘടനകൾ ഹൈന്ദവ സംഘടനകളായി കഴിഞ്ഞാലും ഒരുമയോടെ നിന്നുകൊണ്ട് ഇത്തരം ശക്തികൾക്കെതിരെ ഒരുമിച്ച് പോരാടിയാലേ ഇനി രക്ഷയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം കൂടിയില്ലേ മുന്നിൽ? എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ജലീൽ പറഞ്ഞ അതിന്റെ പോലത്തെ ഒരു കാര്യം തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്. കാര്യം ഇതിനെയെല്ലാം ലോകത്ത് എല്ലായിടത്തും തീവ്രവാദത്തെ നമ്മൾ എതിർത്താൻ പോപ്പുലർ ഫ്രണ്ടിനെ എതിർത്താൻ ഉടനെ അത് ഇവിടെ അത് തന്നെയാണ്. ലവ് ജിഹാദിന് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ, അതിന് സപ്പോർട്ട് കൊടുക്കുന്ന മതമൗലികവാദ സംഘടനകൾ, രാഷ്ട്രീയക്കാർ, അവരെയൊക്കെ നമ്മൾ എതിർക്കുമ്പോൾ, ഇപ്പോൾ റമീഷിനെ എതിർക്കുമ്പോൾ ഉടനെ അത് മുസ്ലിം സമുദായത്തെ എതിർക്കുന്നതാക്കി മാറ്റുന്നു. എന്റെ ജയിലിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആർ എസ് എസ് എന്ന് പറയുന്നത് ഹൈന്ദവ സമുദായത്തിലെ ഒരു പ്രബല സംഘടനയാണ്. ആ സംഘടനയെ ആരൊക്കെ എതിർക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നു, കോൺഗ്രസ് എതിർക്കുന്നു, കേരള കോൺഗ്രസ് എതിർക്കുന്നു, ഇസ്ലാമിക സംഘടന എതിർക്കുന്നു. ഏതെങ്കിലും ഒരു ഹൈന്ദവർ പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കളെ എതിർക്കുന്നേ, ഏതെങ്കിലും സ്വാമിമാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹൈന്ദവ സമുദായത്തിലെ ഏതെങ്കിലും പ്രശസ്തമായ അല്ല ആധ്യാത്മിക വ്യക്തികൾ ആരെങ്കിലും പറയുന്നതോ ഹൈന്ദവ സമുദായത്തെ എതിർക്കുന്നേ? ക്രിസ്ത്യൻ സമുദായത്തിലെ ഒരു സാമുദായിക സംഘടനയാണ്. പക്ഷെ ഞങ്ങള് ഈ മതമൗലികവാദത്തെയും രാജ്യദ്രോഹികളെയും അവർക്ക് പിന്തുണ കൊടുക്കുന്ന മതപണ്ഡിതരെയും രാഷ്ട്രീയ സംഘടനകളെ മാത്രമാണ് എതിർക്കുന്നത്. പക്ഷെ ഞങ്ങൾ മുസ്ലിം വിരോധം എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ആക്കി തീർക്കണം. ആ കാർഡ് ലോകത്തെ എല്ലാ തീവ്രവാദികളും ഇറക്കുന്ന കാർഡ് നിങ്ങൾ ഇവിടെ ഇറക്കുകയാണ്. കാസയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുന്നുണ്ട്, കോൺഗ്രസ് എതിർക്കുന്നുണ്ട്, കേരള കോൺഗ്രസ് എതിർക്കുന്നുണ്ട്, സുഡാപ്പികൾ എതിർക്കുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും പിതാക്കന്മാരോ അല്ലെങ്കിൽ വൈദികരോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ ആരെങ്കിലും പറയുന്നുണ്ട് കാസ എതിർക്കുന്നതാണ് ക്രിസ്ത്യൻ സമുദായത്തെ എതിർക്കുന്നത്? അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ഇസ്ലാമിനെ മാത്രം ഇസ്ലാമിനെന്താ കോമ്പൗണ്ടോ? തീവ്രവാദിയെ എതിർത്താൽ, മതമൗലികവാദിയെ എതിർത്താൽ, രാജ്യദ്രോഹിയെ എതിർത്താൽ, ഇതുപോലെ ലൗകികത്തിലൂടെ പെൺപിള്ളാർക്ക് എതിർത്താൽ ഉടനെ അത് മുസ്ലിം സമുദായത്തെ എതിർക്കുന്നതാണ്. നിങ്ങൾ അത് ആദ്യം അവസാനിപ്പിക്കും. നിങ്ങൾ തന്നെയാണ് ആദ്യം ചെയ്യുന്നത്. നിങ്ങൾ തന്നെ അതിനെ തള്ളിപ്പറയാൻ തയ്യാറാകണം. ബുക്ക് ഓഫ് ജിഹാദ് എന്ന് പറയുന്ന മലയാള പരിഭാഷകളുടെ ബുക്കിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് എങ്ങനെയാണ് ജിഹാദ് ചെയ്യേണ്ടത്.
വാളുകൊണ്ടും ധനം കൊണ്ടും കൈകൊണ്ടും പ്രവൃത്തി കൊണ്ടും എങ്ങനെയാണ് ജിഹാദ് ചെയ്യേണ്ടത് പറയുന്നത് 2 DGP-മാർ നിരോധിക്കാൻ ആവശ്യപ്പെട്ടു. ഇപ്പൊ സർക്കാരിന്റെ പരിഗണനയിലേക്ക് അതിനെക്കുറിച്ച് പഠിച്ചു തീർന്നിട്ടില്ല. ഇതിനെ 3 പേരെ പഠിക്കാനേൽപ്പിച്ചു. വർഷം 3 കഴിഞ്ഞ് ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന താങ്കളുടെ പ്രസ്ഥാനം പറഞ്ഞു ആ ബുക്കും ജിഹാദ് ഞങ്ങളുടെ ആൺകുട്ടികളെ പെൺകുട്ടികളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്, അത് ആദ്യം നിരോധിക്കണമെന്ന് നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മതപണ്ഡിതൻ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ, ഏതെങ്കിലും മുസ്ലിം സമുദായ സംഘടന ആ ബുക്കും ജിഹാദിനെ നിരോധിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടെ എല്ലാ യുവാക്കളുടെ കയ്യിൽ PDF ആയും ഹാർഡ് കോപ്പി ആയിട്ടും ബുക്കും ജിഹാദ് എത്തുമ്പോൾ അവർ അത് വായിച്ചിട്ട് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് ആ മുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ പാതയിലേക്ക് കൊണ്ടുവരേണ്ടത്, പെൺപിള്ളേരെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് അവരെ പൊരുപ്പെടുത്തേണ്ടത്, അവർ വന്നില്ലെങ്കിൽ എങ്ങനെ അവരെ ഉന്മൂലനം ചെയ്യണം, ഇതൊക്കെ നിങ്ങളുടെ യുവാക്കൾ പഠിക്കുന്നു. അപ്പൊ നിങ്ങൾ അതിനെതിരെ എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ ഇമാരി കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ മുസ്ലിം വിരോധം ഇത് നിങ്ങൾ ലോകത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റെല്ലാ ആൾക്കാരും പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു വാസ്തവമാണ്, എല്ലാവരും എതിർക്കേണ്ട ഒരു കാര്യമാണ്. അതിനെങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനിങ്ങനെ അസഹിഷ്ണുത പാലിക്കണം? അതിലേക്ക് എനിക്ക് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടതിന്റെ ഒരു പ്രധാന ഭാഗം പറയാനുള്ളത്, ഈ മതപരിവർത്തനം നടത്തി പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുവന്ന് ഇസ്ലാമിൽ ആളെ ചേർക്കുന്നു എന്നുള്ള ഒരു പ്രചരണമാണല്ലോ ഇപ്പം വ്യാപകമായി ഇതിലിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര അബദ്ധമാണ്, എത്ര പച്ചക്കളവാണ് ആ പറയുന്നതെന്ന്. ഞാൻ തെളിയിക്കാം. ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് സമയം തരൂ, ഞാൻ പറയാം അതിന്റെ ഉദാഹരണങ്ങളെല്ലാം. ഞാൻ പറഞ്ഞുതരാം. പ്രണയം ഇല്ല, ഈ പറയാൻ നിങ്ങൾ അവസരം തരത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? നിങ്ങൾ പറയാൻ അവസരം തരണ്ടേ? ആ ഇസ്ലാം മതത്തിൽ പ്രണയം നടിച്ചോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭത്തിന്റെ പേരിലോ ഒരാളെ മതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിച്ച മതമാണ് ഇസ്ലാം. ആ വചനം ഒന്ന് പറയൂ, ആ ഖുർആൻ വചനം ഒന്ന് പറയൂ, അതല്ലെങ്കിൽ ആ ഹദീസ് ഒന്ന് പറയൂ. ആ ഖുർആൻ വചനം ഒന്ന് പറയൂ. ഒരാളെ പ്രണയം നടിച്ചോ പണത്തിനു വേണ്ടിയോ മതം മാറ്റുന്നത് ശരിയല്ല എന്ന ഖുർആൻ വചനം പറയൂ. ഇവർക്കൊക്കെ എവിടെ ക്വാളിഫിക്കേഷൻ കിട്ടിയത്? പൊന്നാനി ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. നിങ്ങൾക്ക് ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട RV ബാബു സാറും ഈ ആങ്കറും ഒക്കെ മനസ്സിലാക്കണം. ഇവരിടന്ന് ഇങ്ങനെ സംസാരിച്ചോട്ട് പ്രവാചകന്റെ ഏറ്റവും വലിയ സംരക്ഷകൻ അദ്ദേഹത്തിന്റെ ഇളയാപ്പായിരുന്ന അബൂ താലിബായിരുന്നു. അദ്ദേഹം മരിക്കുന്നവരെ പ്രവാചകൻ പറഞ്ഞു മതത്തിലേക്ക് വരുമോ എന്ന്. അദ്ദേഹം വന്നില്ല. ആ പ്രവാചകന്റെ ഇളയാപ്പായ അദ്ദേഹം കൊന്നു കളഞ്ഞോ? ആ മതമാണ് ഇസ്ലാം. ഒരു പെണ്ണിനെ പ്രേമിച്ചു കൊണ്ടുവരാൻ ഇസ്ലാം മതം അനുവദിക്കുന്നില്ല. അവരുടെ ജാമില ടീച്ചർ പോയോ? പറയുന്നുണ്ടല്ലോ വഷീഖായിട്ട് അഫ്ഗാനിൽ കൊണ്ടുപോയെന്ന്. ജാമില ടീച്ചർ പോയില്ലല്ലോ, നിമിഷയാണ് പോയത്. എന്റെ ഒരു ഫാത്തിമ പോയില്ല, എന്റെ ഒരു ആയിഷ പോയില്ല. പിന്നെ മറ്റൊന്ന് ഇവിടെ പറയുന്നത് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോയെന്ന്. കേന്ദ്രം ഭരിക്കുന്ന ആരാ? മുസ്ലിങ്ങളാ. കേന്ദ്രം ഭരിക്കുന്നവരുടെ കഴിവുകേടായിട്ടുണ്ട് അത് പറയണ്ടേ. പിന്നൊന്ന് മതപരിവർത്തനം നടത്തി വിവാഹം കഴിച്ചത് LK അദ്വാനിജിയുടെ മകൾ എവിടെ ഇരിക്കുന്നത് പറഞ്ഞാൽ BJP-ക്കാർക്ക് നാണം വരും. സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന കിടില ഹിന്ദുത്വവാദിയുടെ മകള് സുഹാസിനി നല്ല മീഡിയ പ്രവർത്തക. ആരാ വിവാഹം കഴിച്ചത്? പിന്നെ കാസയുടെ പ്രതിനിധി നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവുണ്ട് PC ജോർജിന്റെ മോൻ ഷോൺ ജോർജ്. അദ്ദേഹം എവിടെ വിവാഹം കഴിച്ചേ? മാമോദിസ മുഖ്യതിന് ശേഷം വീട്ടിൽ കയറ്റിയത്. അങ്ങനെയുള്ള കാസക്കാരനാണോ വന്നിരുന്നത് മുസ്ലിങ്ങൾക്ക് മതപരിവർത്തനത്തിന്റെ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങളുടെ വക്താവല്ല ഞാൻ, ഇതൊക്കെ മതപണ്ഡിതന്മാർ പറയേണ്ടതാ. പക്ഷെ അവർക്കതിന് നേരമില്ല. അവര് CPM-നെ ഇടതുപക്ഷത്തെ നന്നാക്കാൻ നിങ്ങൾക്കൊപ്പം നടക്കുകയാണ്. ഇവിടെ കാര്യക്ഷമമായ വിവാദങ്ങൾ നടത്തി, അതും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്രയും സീരിയസ് ആയ ഒരു വിഷയം ഇവിടെ ഈ കാസയും ഇതുപോലുള്ള കുറെ എക്സ് മുസ്ലിം പുതിയ സംവിധാനങ്ങളാ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കുറെ എക്സ് മുസ്ലിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൂടെ ബോർഡും വെച്ച് ഇറങ്ങിയപ്പോൾ കുട്ടികൾ സമുദായത്തിന്റെ പേര് ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ. ആ, അദ്ദേഹം പറഞ്ഞ ബാലിശമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. പ്രണയം നടിച്ചോ പണം മോഹിച്ചോ ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അതിനെ ഇസ്ലാം നിഷിദ്ധമായി വിമർശിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഒരു ഖുർആൻ വചനം പറയൂ, അതല്ലെങ്കിൽ ഒരു ഹദീസ് പറയൂ അതിനെ സംബന്ധിക്കുന്ന. പക്ഷേ
ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിൽ കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന വചനം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ഒരു കാരണവുമില്ലാതെ അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്നും പറയുന്ന ഖുർആൻ വചനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോ നിങ്ങള് ഇസ്ലാമിക പണ്ഡിതനല്ല എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക വിധി അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പാടുണ്ടോ? ഞാൻ സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ പോയോ എന്ന് ചോദിച്ചല്ലോ. ഒരു ആയിഷ പോയില്ല, ഒരു ഫാത്തിമ പോയില്ല. അവർക്ക് മതം മാറേണ്ട കാര്യമില്ലല്ലോ സുഹൃത്തെ. അവരെ അഫ്ഗാനിലെ താലിബാനിലെ ജയിലിൽ കൊണ്ടിട്ടാൽ ഇവർക്ക് സ്വർഗം കിട്ടുമോ? ഒരു റമീസിന് സ്വർഗം കിട്ടുമോ? ഒരു സമദാനിക്ക് സ്വർഗം കിട്ടുമോ? അനൂജ എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഇല്ല. ഖലീൽ എന്ന് പറയുന്ന അവളെ പ്രണയം നടിച്ച് വശീകരിച്ചവൻ ഇന്നും ഇവിടെ വിലസി നടക്കുന്നുണ്ട്. ആദിത്യ എന്ന പെൺകുട്ടി, അതിനെ പ്രണയ വലയിൽ അകപ്പെടുത്തിയത് മുഹമ്മദ്, അവൻ ഇന്നിവിടെ ജീവിക്കുന്നു. ആദിത്യ ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല. നന്ദ എന്ന പെൺകുട്ടിയെ ഷുഹൈബ് കൊണ്ടുപോയി, നന്ദയില്ല, ഷുഹൈബ് ഉണ്ട്. ശ്രദ്ധ എന്ന പെൺകുട്ടിയെ പ്രണയത്തിൽ അകപ്പെടുത്തി കൊണ്ടുപോയി അഫ്താബ് അമീൻ എന്ന് പറയുന്ന യുവാവ് 35 കഷ്ണമാക്കി ഫ്രീസറിൽ കൊണ്ടുവച്ചു. ശ്രദ്ധ കപൂർ ഇല്ല. അഫ്താബ് അമീൻ എന്ന് ബാക്കിയുണ്ട്. ധന്യ പോയി, ഷക്കീർ ബാക്കിയുണ്ട്, രേഷ്മ പോയി, അയ്യൂബ് ബാക്കിയുണ്ട്, സുചിത്ര പോയി, ജസീർ ബാക്കിയുണ്ട് കുന്നംകുളം, ടിനു പോയി, അക്സാം ബാക്കിയുണ്ട് കണ്ണൂരിലെ, രേഷ്മ പോയി, അക്താർ ബാക്കിയുണ്ട് കഴക്കൂട്ടത്ത്, രേഷ്മ പോയി, നൌഷാദ് ബാക്കിയുണ്ട് തിരുവനന്തപുരത്ത്, ജിഹാദ് ഉണ്ട് ബാക്കി, ശ്രുതി പോയി, അജ്മൽ ഉണ്ട്, ശ്രീകുട്ടി പോയി, മറ്റൊരു അജ്മൽ ബാക്കിയുണ്ട്. ഓരോ ദിവസം കഴിയും തോറും നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇതുപോലെയുള്ള പ്രണയ കെണികളിൽ അകപ്പെടുത്താൻ വേണ്ടി മുസ്ലിം യുവാക്കൾ ട്രെയിൻഡ് ആയിട്ട് ആ മുസ്ലിം പെൺകുട്ടികളുടെ പിന്നാലെ കൂടുമ്പോൾ ഇതിൻ വില്ലനായി വരുന്നത് മതമാണ്. മതമാണു മതമാണു മതമാണ് ഇവിടുത്തെ വില്ലൻ. ലക്ഷണമൊത്ത വർഗീയതകൾ മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥം ഒരു കയ്യിലും മറു കയ്യിൽ ലവ് എന്ന് പറയുന്ന ജിഹാദുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവന്മാരാണ് ഇവര്. നിങ്ങൾ പറയണം, ഈ അഫ്താബ് അമീൻ എന്ന് പറയുന്ന പയ്യന് ഒരു അമുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു നവീൻ കുമാറിന് ഒരു ജാനകിയെ വിവാഹം കഴിച്ച് ഒരുമിച്ച് കൂടെ കൂട്ടാൻ പറ്റുമോ? ബഹുദൈവ വിശ്വാസികളാണവർ. അവരുമായിട്ട് ഈ പയ്യന് ചങ്ങാത്തം പാടില്ല. ഇസ്ലാമിലേക്ക് ഈ പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ പോലും മാതാപിതാക്കളുമായി ബന്ധം സ്വീകരിക്കരുത് എന്ന് പറയുന്ന മതമാണിത്. ജലീൽ സാഹിബിന് ഞങ്ങളുടെ പേര് പറയാനൊക്കെ വല്ലാത്ത പുച്ഛമുണ്ട്. ആ പുച്ഛം അർഹിക്കുന്ന അവഗണനയോടുകൂടി തന്നെ ഞാൻ തള്ളുന്നു. ചിത്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ നസ്രിനാക്കി മാറ്റി. ഒരേ ഒരു മകൾ. ആ പെൺകുട്ടി മതം മാറിയതറിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പിതാവ് ആശുപത്രിയിലാകുമ്പോൾ നബീസ എന്ന് പറയുന്ന മതം മാറ്റലിന്റെ ഏറ്റവും വലിയ ഹിഡൻ അജണ്ടകൾ വച്ചു പുലർത്തുന്ന വനിതാ നേതാവ്, തലൈവി, അമ്മ, അവൾ എന്താ പറഞ്ഞു കൊടുത്തെന്നറിയാമോ ഈ പെൺകുട്ടിക്ക്? അതൊക്കെ ഉണ്ടാകും, അതൊക്കെ ഇതിനകത്തുള്ള സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്ത മരിച്ചാൽ പോലും നീ പോകരുത് ഈ മതം വിട്ട്. കാരണം എന്താ? അമുസ്ലിങ്ങളായിട്ടുള്ള മാതാപിതാക്കളോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആദ്യം തന്നെ പഠിപ്പിക്കുക. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് സാഹിബേ. നിങ്ങൾ മദ്രസകളിൽ മാത്രം പഠിച്ചതുകൊണ്ടും ഈ മതഗ്രന്ഥങ്ങളിനകത്ത് എന്താണുള്ളത് എന്ന് അറിയാത്തത് കൊണ്ടുമാണ് നിങ്ങൾ ഇത് പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു പരാമർശം, പേര് മാറ്റണമെന്ന്. ഉസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അബൂബക്കർ ഉമർ ഉസ്മാൻ മൂന്നാമത്തെ ഖലീഫയാണ്. അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം പാമ്പിന്റെ കുഞ്ഞ് എന്നാണ്. എത്ര പേരെയാണ് ലിംഗാഗ്ര ചർമ്മം ചെയ്തിച്ച് പ്രവാചകൻ മതം മാറ്റിയിട്ടുള്ളത്, പേര് മാറ്റിയിട്ടുള്ളത്? മതം മാറ്റിയിട്ടുണ്ട് ഒരുപാട് ആളുകളെ. എത്ര വേണം? നമ്മൾ കാണിച്ചു തരാം, നമ്മൾ പറഞ്ഞു തരാം ഇഷ്ടം പോലെ. പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. അബു അഫാഖ എന്ന് പറയുന്ന 104 വയസ്സുകാരനെ പ്രവാചകനെ വിമർശിച്ചു എന്ന കാരണത്താൽ കഴുത്തു മുറിച്ചു കൊന്ന ആളാണ് നിങ്ങളുടെ ഈ പ്രവാചകൻ. അറിയാമോ? അസ്മാ ബിന്തു മർവാൻ എന്ന യുവതി പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ കാരണത്താൽ കൊന്ന പ്രവാചകൻ. ഭാര്യയുടെ വീട്ടിലെങ്ങാണ്ട് ഒരു പയ്യനെ കണ്ടപ്പോൾ, ഒരു യുവാവിനെ കണ്ടപ്പോൾ മരുമകനായിട്ടുള്ള അലിക്ക് വാളും കൊടുത്തവന്റെ തലയെടുത്തോണ്ട് വരാൻ വിടുന്നു. പോയപ്പോൾ അവന് ലിംഗമില്ല എന്ന് മനസ്സിലാക്കി അലി തിരിച്ചു വരുന്നു പുഞ്ചിരിയോടുകൂടി. ഈ പ്രവാചകന്റെ കാരുണ്യത്തെക്കുറിച്ചും ഈ മതത്തിന്റെ മാനവികതയെക്കുറിച്ചുമൊക്കെ അറിയാത്തവരോട് പോയി പറഞ്ഞോളൂ ജലീൽ സാഹിബെ, ഈ മതം എന്താണ് എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിച്ച ഞങ്ങളോട് പറയുന്നത്. ഇപ്പോഴും നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് റമീസ് എന്ന് പറയുന്ന ക്രിമിനൽ. ആ ക്രിമിനൽ നടത്തിയതും ലവ് ജിഹാദ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ, അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ, അദ്ദേഹത്തിന്റെ അയൽക്കാരുടെ ആശീർവാദത്തോടെ ഉള്ള ഒരു ലവ് ജിഹാദ്. നമുക്ക് മടങ്ങിയെത്താം. ജലീല് വന്നു കുടുങ്ങിയല്ലേ?
പുതിയ ബാച്ച് കോയയാണ്. വേറെ ആരും വരുന്നില്ല. അതിന്റെ കുഴപ്പമാണ്. പ്രവാചകന്റെ മാനവികതയെക്കുറിച്ച് വേറെ എന്തൊക്കെ ആള് പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു? അഫ്ഗാനിലേക്ക് ഞാൻ ആലോചിക്കണേ, ഞാൻ എന്റെ പേര് ഇനി മുതൽ സുന്ദരനായ അറിവുള്ള എന്നാക്കാൻ പോവാണ്. കുഴപ്പമില്ല, അള്ളാഹുവിന് അറബി മാത്രമേ അറിയൂന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഉം. ഇവരുടെയൊക്കെ ഒരു അവസ്ഥ. ഉത്തരം ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ പറയുന്ന കാര്യമാണ്, പേര് മാറ്റടാ. ചന്ദ്രൻ, ബദർ, ഹിലാല്, ബാലചന്ദ്രൻ, ഇവരോടൊക്കെ ആരിത് പറഞ്ഞു കൊടുക്കാൻ? വെളിവില്ല. ഒന്നാമത്തെ കാര്യം ഇവർക്ക് അറിയത്തില്ല മതത്തെ കുറിച്ചിട്ടൊന്നുമേ. അതെ. ഇവര് മദ്രസാ ബുദ്ധി മാത്രം വെച്ചിട്ട് നമ്മളെ സംവദിച്ച് തോൽപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതാ. മതം മാറ്റാനെന്നാണ് ഖുർആൻ പറഞ്ഞത്. അല്ല, ഇവരിങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഹിന്ദു മതത്തിൽ ഒരു കാര്യം പറയുമ്പോൾ അത് തള്ളാൻ ഹിന്ദു മതത്തിലെ ആളുകൾ വരുന്നത് പോലെ ഈ മതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കാണുമ്പോൾ ഇത് നമ്മളെന്തോ ആരോപിക്കണമെന്ന് പറയുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അതെ. അതങ്ങ് കണ്ടെത്തി ഓക്കെ അത് തള്ളണ്ടാണ് ഈ തള്ളണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കുഴപ്പം? അതെ, ഇതൊരു ഉൾക്കൊള്ളാൻ പറ്റില്ല. വളരെ ചെറിയ പ്രായത്തിൽ ഇത് മാത്രമാണ് ശരി എന്ന് നമ്മൾക്ക് ഇൻബിൽറ്റ് ചെയ്യപ്പെട്ടതല്ലേ 3.5 വയസ്സ് മുതൽ. അതെ, അത്ര അത്രയും നമ്മൾ പെട്ടെന്ന് പറയുന്നുള്ളൂ. മാറത്തില്ല. അപ്പൊ ആ ഒരു സാധ്യത ഹിന്ദു മതത്തിനുണ്ട്, ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ട്. ഇഷ്ടപ്പെടുന്നില്ല, കൊള്ളൂല്ലെങ്കിൽ കളയാ, അത്രേ ഉള്ളൂ. ഈ ചർച്ചയിലേക്ക് ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇവിടെ കേരള സ്റ്റോറി എന്ന സിനിമയെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. കേരള സ്റ്റോറി എന്നുള്ള സിനിമ വരച്ചിട്ട് വെച്ച യാഥാർത്ഥ്യം അത് വടക്കൻ കേരളത്തിന്റെ ഒരു പൊതുസമൂഹത്തിന്റെ ചിത്രം തന്നെയാണ്. അവിടെ ഉയ്നാച്ചി എന്ന് പറയുന്ന സ്ഥലത്തെ കാസർഗോഡ്, നേരത്തെ ജാമിൻ ടീച്ചർ സൂചിപ്പിക്കുകയുണ്ടായി, കരിപ്പൂരിലെയും ഇടപ്പച്ചിയിലെയും പട്ടന്നിയിലെയും ഉള്ള ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യമാണ് ആ സിനിമ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മൾ പോലും കണ്ട് ഞെട്ടിയിട്ടുണ്ട്. കാരണം ഈ യാഥാർത്ഥ്യങ്ങൾ പലരും അറിയുന്നില്ല. കേവലം ഒരു വാർത്തയായി അത് മാറുകയാണ് ചെയ്യുന്നത്. കാരണം അപ്പോഴേക്കും ഇടതുപക്ഷമായി കഴിഞ്ഞാലും വലതുപക്ഷമായി കഴിഞ്ഞാലും രാഷ്ട്രീയ നേതാക്കളായി കഴിഞ്ഞാലും പോലീസ് സംവിധാനങ്ങളായി കഴിഞ്ഞാലും അതെല്ലാം ഇന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമയുടെ സംവിധായകന് ദേശീയ പുരസ്കാരം ലഭിച്ചപ്പോഴും ഇവിടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള പ്രതികരണം പോലും അങ്ങനെ